ചെറുപ്പത്തിൽ നമ്മൾ സിനിമകളിൽ കണ്ട എന്നാൽ പിന്നീട് എവിടെയാണെന്ന് അറിയാതെ പോയ വ്യക്തികളെ കുറിച്ചുള്ള വീഡിയോയുടെ 5ാം ഭാഗമാണിത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മറുപടി ഉടനെ വേണം. നാടോടിക്കാറ്റ് 1987 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് നാടോടിക്കാറ്റ്. സിനിമ കാണുന്ന സമയത്ത് ആരും മറക്കാത്തൊരു കഥാപാത്രമാണ് പശുവിനെ കറക്കാൻ വരുന്ന മോഡേൺ കറവക്കാരൻ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ തിരക്കുള്ള മോഡേൺ കറവക്കാരനായി അഭിനയിച്ച വ്യക്തിയെ സിനിമ കണ്ട എല്ലാവർക്കും ഇന്നും ഓർമ്മയുണ്ട്. നാടോടിക്കാറ്റ് മാത്രമല്ല, ആവനാഴിയിലെ കള്ളൻ കുട്ടനായും നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിലെ ബോംബ് വിൽപ്പനക്കാരനായും പഞ്ചാബി ഹൗസിലെ ചായക്കടക്കാരനായും ഇദ്ദേഹത്തെ പല സിനിമകളിൽ ചെറിയ വേഷങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. എന്താ ചാക്കില്? ഇത് ബോംബാ? നാടൻ ബോംബ്. എന്റെ ഈശ്വര, ആ ചെറുക്കന് നല്ലത് വരുത്തണേ. ചെറിയ വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ആള് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ പേര് രാജൻ പാടൂർ എന്നാണ്. ചെറുപ്പകാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നാടക ട്രൂപ്പുകളിൽ പ്രവർത്തിച്ച് 3000-ലധികം നാടകങ്ങൾ കളിച്ച അനുഭവപരിചയമുള്ള വ്യക്തിയാണ് രാജൻ പാടൂർ. IV ശശി, സത്യൻ അന്തിക്കാട് എന്നിവരുടെ സിനിമകളിലാണ് രാജൻ പാടൂരിനെ കൂടുതലായി കാണാറുള്ളത്. അദ്വൈതം, കിന്നരി പുഴയോരം, പ്രാദേശിക വാർത്തകൾ, ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങി 130-ലധികം സിനിമകളിൽ അദ്ദേഹം ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് കരൾ രോഗ പ്രശ്നം മൂലം സിനിമകളിൽ തുടരാൻ സാധിക്കാത്ത അദ്ദേഹത്തിന് തന്റെ 6 പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി വീടും സ്ഥലവും വിൽക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അമ്മ സംഘടനയുടെയും മറ്റ് വ്യക്തികളുടെയും സഹായത്തോടെ സ്വന്തമായി ഒരു വീട് വെച്ച് സന്തോഷത്തോടെ പഴയ ഓർമ്മകൾ അയവർക്കി ജീവിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. പുലിവാൽ കല്യാണം 2003 ഷാഫി സംവിധാനം ചെയ്ത സിനിമയാണ് പുലിവാൽ കല്യാണം. സിനിമയിലെ നായകൻ ജയസൂര്യയാണെങ്കിലും സിനിമയിൽ മുഴുവൻ സ്കോർ ചെയ്തത് ധർമ്മേന്ദ്രനും മണവാളനുമായിരുന്നു. സിനിമയിലെ വളരെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണെന്ന പാട്ട്. ഈ പാട്ടിൽ ധർമ്മേന്ദ്രന്റെയും മണവാളന്റെയും അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ പാട്ടിൽ ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. ധർമ്മേന്ദ്രനും മണവാളനും പെൺകുട്ടിയെ ശല്യപ്പെടുത്തുമ്പോഴും അവരെ പിടിച്ച് പുറത്താക്കുന്ന സമയത്തും പാട്ട് ആസ്വദിക്കുന്ന നേരത്തുമെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടി സ്ക്രീനിൽ അഭിനയിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ആ പെൺകുട്ടിക്ക്. എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം പിന്നീട് ആരും ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ ഒരു സിനിമയിലെ പാട്ടിലെ ചില സീനുകളിൽ മാത്രം വന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പെൺകുട്ടിയാണ് സജിത മേനോൻ. പുലിവാൽ കല്യാണം എന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് സജിത പഠിച്ച കോളേജിലെ മാനേജ്മെന്റ് ആയിരുന്നു. വെറുതെ ഷൂട്ടിങ്ങിനായി വന്നിരുന്ന സജിത നല്ല പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിനിമ ഇറങ്ങി 21 വർഷമായിട്ടും ആ പെൺകുട്ടി ആരാണെന്നറിയാൻ സോഷ്യൽ മീഡിയ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സജിത മേനോൻ ഇപ്പോൾ വിവാഹിതയായി കുടുംബത്തോടൊപ്പം ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. അഭിനയത്തോട് താല്പര്യമുള്ള സജിത മേനോൻ ചെറിയ അഡ്വർടൈസ്മെന്റിലും പ്രമോഷനിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നല്ല റോളുകൾ കിട്ടിയാൽ വീണ്ടും സിനിമയിലേക്ക് വരാൻ ശ്രമിക്കാമെന്നും സജിത മേനോൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. മഹേഷ് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ വളരെ നിഷ്കളങ്കനായ കഥാപാത്രം തെരഞ്ഞുപിടിച്ച് അഭിനയിച്ച നടനാണ് മഹേഷ്. അതുമാത്രമല്ല, പല വിജയിച്ച സിനിമകളുടെയും രാശി നക്ഷത്രമായിരുന്നു മഹേഷ്. സിനിമയിൽ ആരെയും ദ്രോഹിക്കാത്ത വളരെ പാവത്തൻ വേഷമായിരുന്നു മഹേഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. നിർണായക സമയത്ത് സിനിമയിലെ നായകന് സഹായമായി വരുന്ന വ്യക്തി മുതൽ കൂട്ടുകുടുംബത്തിലെ കുത്തുതിരിപ്പുകളിൽ ഉൾപ്പെടാത്ത നന്മ നിറഞ്ഞ കഥാപാത്രമായി മഹേഷ് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കസ്തൂരിമാൻ, ജോക്കർ, അരയന്നങ്ങളുടെ വീട്, മനസ്സിനക്കരെ, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, മീശമാധവൻ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ തുടങ്ങി ഒരുപാട് മലയാള സിനിമകളിൽ മഹേഷ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മഹേഷ് സിനിമകളിൽ നിന്നും മാറി സീരിയലുകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സിനിമകളിലെ പോലെ തന്നെ സീരിയലുകളിലും നായികയെ സഹായിക്കുന്ന വളരെ പാവത്താനായ കഥാപാത്രമായിരുന്നു മഹേഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മഹേഷ് ഒരു നടൻ മാത്രമല്ല, നല്ലൊരു ചിത്രകാരനും കൂടിയാണ്. സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും വളരെ സാധാരണക്കാരനായാണ് മഹേഷ് ജീവിക്കുന്നത്. സിനിമകളിൽ അവസരങ്ങളില്ലെങ്കിലും തന്നെ ആരും വിളിക്കുന്നില്ലെങ്കിലും മഹേഷിന് ആരോടും ഒരു പരിഭവമില്ല. എപ്പോഴും ഒരു പുഞ്ചിരി മാത്രം. മിന്നാരം 1994 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയാണ് മിന്നാരം. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇത്. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. മലയോ? അതെ, മറ്റാരുമല്ല, ശോഭന കൊണ്ടുവരുന്ന മാലമോൾ. മാലമോളെ ചൊല്ലിയുള്ള തർക്കവും കോമഡിയും അടിപിടിയുമെല്ലാം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച രംഗങ്ങളാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു ചെറിയ കുട്ടിയായി അഭിനയിച്ച മാലമോളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാലമോളുടെ യഥാർത്ഥ പേര് താര തോമസ് മൂലയിൽ എന്നാണ്.
എന്നാൽ മാലമോൾ എന്ന താര തോമസിനെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. താര ഒരു നടിയും ഗായികയും ഗാനരചയിതാവുമാണ്. Hi, I'm Tara and I'm a small-time playback singer and a small-time actress. മലയാളം, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ അവർ പാട്ടുകൾ പാടുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. താര എഴുതി ഹിറ്റാക്കിയ ഒരു പാട്ടാണ് 2004 പുറത്തിറങ്ങിയ റെയിൻ റെയിൻ കമ്മഗേൻ എന്ന സിനിമയിലെ തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ് എന്ന ട്രെൻഡ് സെറ്റർ പാട്ട്. പാട്ട് അന്നും ഇന്നും ഒരേ വൈബ് തന്നെയാണ്. അത് മാത്രമല്ല, ഇവർ എന്ന സിനിമയിലെ ഒരേ സ്വരം എന്ന മനോഹരമായ പാട്ട് പാടിയതും താര തോമസ് ആണ്. 19-ാം വയസ്സിൽ സ്വന്തമായി മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കുകയും വലിയ പ്ലാറ്റ്ഫോമുകളിൽ പാട്ടുപാടി തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് താര. ഏഷ്യാനെറ്റ്, ജീവൻ TV എന്നീ ചാനലുകളിൽ അവതാരികയായും താര പ്രത്യക്ഷപ്പെട്ടിരുന്നു. മിന്നാരം കൂടാതെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലും താര അഭിനയിച്ചിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രന്റെ അന്യർ എന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളും താര ചെയ്തിട്ടുണ്ട്. തന്റെ മ്യൂസിക് ബാൻഡ് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് താര കരിയർ പടുത്തുയർത്തിയത്. എന്നാൽ പിന്നീട് താര വിവാഹശേഷം ലണ്ടനിൽ സെറ്റിൽഡ് ആവുകയാണ് ചെയ്തത്. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമുകൾ നാട്ടിലും വിദേശത്തുമായി താര ചെയ്യുന്നുണ്ട്. മിന്നാരത്തിലെ മറ്റു കുട്ടികൾ കാർത്തിക പ്രതാപ്, ബേബി അമ്പിളി, കൃഷ്ണ ഭരദ്വാജ് എന്നിവരാണ്. റാംജി റാവു സ്പീക്കിംഗ്. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ച ഒരു ഡയലോഗുണ്ട്, പ്രത്യേകിച്ചും ആരെങ്കിലും ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ. ഹലോ, കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. അതെ, കമ്പിളിപ്പൊതപ്പ് തന്നെ. 35 വർഷമായിട്ടും ഈ ഡയലോഗ് ഇന്നും മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഈ ഡയലോഗ് പറഞ്ഞ സ്ത്രീയെ പിന്നീട് നമ്മൾ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ചെറിയ റോളിൽ വന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പോയ ആ സ്ത്രീ ചില്ലറക്കാരിയല്ല. സിനിമയിൽ കമ്പിളിപ്പൊതപ്പ് എന്ന ഡയലോഗ് പറഞ്ഞ് ഹോസ്റ്റൽ വാർഡനായി അഭിനയിച്ചത് അമൃതം ഗോപിനാഥ് എന്ന അമൃതം ഡാൻസ് ടീച്ചറാണ്. അമൃതം ടീച്ചർ ഒരു നർത്തകി മാത്രമല്ല, നൃത്ത സംവിധായക കൂടിയാണ്. കുഞ്ചാക്കോ ബോബൻ, മന്ത്രി വീണ ജോർജ്, ജലജ, മങ്ക മഹേഷ് തുടങ്ങിയവരെല്ലാം അമൃതം ടീച്ചറുടെ ശിഷ്യരാണ്. 1953 പുറത്തിറങ്ങിയ വേലക്കാരൻ എന്ന സിനിമയിലാണ് അമൃതം ടീച്ചർ ആദ്യമായി അഭിനയിക്കുന്നത്. തച്ചോളി അമ്പു, മാമാങ്കം തുടങ്ങി 14ഓളം സിനിമകളിൽ അമൃതം ടീച്ചർ നൃത്ത സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് പുറമെ ബാക്ക് വാട്ടർ എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്കും ഓട്ടോഗ്രാഫ് എന്ന തെലുഗു സിനിമയ്ക്കും ടീച്ചർ നൃത്ത സംവിധാനം ചെയ്തിട്ടുണ്ട്. മുകേഷിനോടൊപ്പം റാംജി റാവുവിലും മക്കൾ മഹാത്മ്യത്തിലും ടീച്ചർ അഭിനയിച്ചിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസ്, ഡാഡി, പോലീസ് ഡയറി, അള്ളു രാമചന്ദ്രൻ തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ടീച്ചർ അഭിനയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ സ്വന്തമായി ഡാൻസ് സ്കൂളുള്ള അമൃതം ടീച്ചർ ഇപ്പോഴും ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ നൃത്തം പഠിപ്പിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷം മുകേഷും അമൃതം ടീച്ചറും കമ്പിളിപ്പൊതപ്പും വിഷയമാകുന്ന പരസ്യം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. കുറച്ച് കമ്പിളിപ്പൊതപ്പാ, കമ്പിളിപ്പൊതപ്പേ. ചെറുപ്പത്തിൽ നിങ്ങൾ സിനിമയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാത്ത നടീനടന്മാരുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.